ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മേക്സ് വിൻഡോസ് യൂട്യൂബ് ചാനൽ. ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് പറശ്ശിനിക്കടവ് ശ്രീ മുത്തപ്പൻ്റെ ചരിത്രമാണ്. ശ്രീ പറശ്ശിനിക്കടവ് മുത്തപ്പൻ ഭഗവാൻ വിഷ്ണുവിൻ്റെയും ഭഗവാൻ ശിവൻ്റെയും പ്രതിരൂപമാണെന്നാണ് വിശ്വാസം. ശ്രീ മുത്തപ്പൻ പൊതുവായി അറിയപ്പെടുന്നത് തിരുവപ്പന, വെള്ളാട്ടം, ചെറിയ മുത്തപ്പൻ, വലിയ മുത്തപ്പൻ, അമ്പലമുത്തപ്പൻ, പുരളിമല മുത്തപ്പൻ എന്നിങ്ങനെയാണ്. ശ്രീ മുത്തപ്പൻ ഭഗവാന്റെ ചരിത്രം ഭഗവാന്റെ ജീവിതകാലത്തിൻ്റെ നേർ അടയാളമായി കണക്കാക്കപ്പെടുന്നു. ശ്രീ മുത്തപ്പൻ്റെ ചരിത്രം ഒരു പ്രത്യേക കാലയളവിൽ ആണെന്നത് രേഖപ്പെടുത്തപ്പെട്ടിട്ടില്ല. പഴയകാല കേരളത്തിൽ ക്ഷേത്ര നടത്തിപ്പും ക്ഷേത്ര ആചാരങ്ങളും കൂടാതെ ദൈവവിശ്വാസ സംബന്ധമായ കാര്യങ്ങളും ഉന്നത ജാതിക്കാരായ ബ്രാഹ്മണ സമൂഹത്തിൻ്റെ കുത്തകയായിരുന്നു. താഴ്ന്ന ജാതിക്കാരും പിന്നോക്ക സമുദായക്കാരും ക്ഷേത്ര സംബന്ധമായ കാര്യങ്ങളിൽ നിന്ന് അകറ്റി നിർത്തപ്പെടുകയും പങ്കാളിത്തം നിഷേധിക്കപ്പെടുകയും ചെയ്യുകയായിരുന്നു. അധ്വാനിക്കുന്നവരുടെയും തൊഴിലാളികളുടെയും പാവപ്പെട്ടവരുടെയും ജീവിത സാഹചര്യങ്ങൾ, ജന്മിത്വ നിലപാടുകൾ അവരുടെ ജീവിത സാഹചര്യങ്ങളെ ദുരിതമയം ആക്കിയിരുന്നു. ചരിത്രം പറയുന്നത് ഭഗവാൻ മുത്തപ്പൻ അത്തരമൊരു സാഹചര്യത്തിലാണ് പിറവിയെടുത്തത്. അടിച്ചമർത്തപ്പെട്ട ജനതയുടെ പുരോഗമനത്തിനും ഉന്നമനത്തിനും ആയി ജനങ്ങളെ നയിക്കുന്ന ഒരു ജനനായകനായിട്ടാണ് ജനം മുത്തപ്പനെ കാണുന്നത്. വളരെ കാലത്തെ ദാമ്പത്യ ജീവിതത്തിന് ശേഷം കുഞ്ഞുങ്ങളില്ലാത്തതിൻ്റെ വിഷമത്തിലായിരുന്നു ആയങ്കര ഇല്ലത്തിലെ ദമ്പതിമാരായ ആയങ്കര ദേവനും പാടിക്കുട്ടി അന്തർജനവും. ആ ഇടയ്ക്ക് പാടിക്കുട്ടി അന്തർജനം തൻ്റെ തോഴിമാർക്കൊപ്പം തിരുവങ്കടവിൽ പള്ളി നീരാട്ടിനിടയിൽ ഒരു തവണ മുങ്ങിപ്പൊങ്ങിയപ്പോൾ ഒരു നവജാത ശിശുവിൻ്റെ കരച്ചിൽ കേട്ടു. രണ്ടാം തവണ മുങ്ങിപ്പൊങ്ങിയപ്പോൾ ഒരു ഐശ്വര്യമുള്ള കുഞ്ഞ് കരയിലെ ഒരു ശിലയിൽ കളിക്കുന്നതായി കണ്ടു. കുഞ്ഞിനെ അതീവ ലാളനയോടെ ആയങ്കര ഇല്ലത്തേക്കു കൊണ്ടുപോയി. അവൻ അവിടെ എല്ലാവരുടെയും അരുമയായി വളർന്നു വന്നു. ദമ്പതിമാർക്ക് വരമായി ലഭിച്ച ഈ കുഞ്ഞ് വേദങ്ങളും ഇതിഹാസങ്ങളും പഠിച്ച ശേഷം ആചാരപ്രകാരം ഉപനയനം നടത്തി ബ്രാഹ്മണനായി മാറി. എന്നാൽ വലുതായപ്പോൾ അവനിൽ അമാനുഷിക സിദ്ധികൾ പ്രകടമായി തുടങ്ങി. കൂടാതെ സംസർഗം താഴ്ന്ന കുലജാതരോടൊപ്പമായി അവരെ ഇല്ലത്തേക്ക് ക്ഷണിക്കാനും തുടങ്ങി. ഈ പ്രവൃത്തി ഇല്ലത്തിൻ്റെ പവിത്രതയും പരിശുദ്ധിയും ഇല്ലാതാക്കി. കൂടാതെ അവൻ കാട്ടിൽ വേട്ടയ്ക്ക് പോയി ലഭിച്ച മാംസം ഇല്ലത്തേക്ക് കൊണ്ടുവരികയും പാചകം ചെയ്ത് കഴിക്കാനും തുടങ്ങി. ഇതിൽ കുപിതനായി സൈക്കെട്ട ആയങ്കര ദേവൻ അവനെ ഇല്ലത്തിൽ നിന്നും ഇറക്കി വിട്ടു. കുപിതനായ മുത്തപ്പൻ പുറത്തിറങ്ങി ചുറ്റും നോക്കിയപ്പോൾ അവിടെയുള്ള വൃക്ഷലതാദികൾ സകലതും കത്തിച്ചാമ്പലായി. ക്ഷുഭിതനായ മുത്തപ്പൻ പിതാവിനെ നോക്കി നിന്നപ്പോൾ മാതാവ് പുത്രനോട് അരുതെന്ന് പറഞ്ഞ് തൻ്റെ കൈ കൊണ്ട് മുത്തപ്പൻ്റെ കണ്ണുകൾ പൊത്തി. നീ ഒരു സൗമ്യഭാവം കാണിക്കൂ, നിന്റെ വെള്ളിക്കണ്ണിനാൽ തൃക്കണ്ണെടുക്കൂ. ഇതിന്റെ പ്രതിരൂപമായാണ് വലിയ മുത്തപ്പൻ വെള്ളിക്കണ്ണ് ധരിക്കുന്നത്. അമ്പും വില്ലും ആയുധമാക്കി തൻ്റെ കൂട്ടാളികളും വേട്ട നായ്ക്കളുമായി കാട്ടിലേക്ക് പുറപ്പെട്ടു. അവർ കുന്നത്തൂർ പാടി മലമുകളിലെത്തുകയും അവിടുത്തെ തെങ്ങിൽ കയറി കട്ടു കുടിക്കുകയും ചെയ്തു. ഇതിൽ ക്ഷുഭിതനായ ചന്ദൻ മുത്തപ്പനോട് അമ്പും വില്ലുമായി ഏറ്റുമുട്ടി. മുത്തപ്പൻ തൻ്റെ ദൈവീകമായ നോട്ടത്താൽ അവനെ ശിലയാക്കി മാറ്റി. ചന്ദന്റെ ഭാര്യ അദ്ദേഹത്തിന്റെ തിരിച്ചുവരവ് കാണാത്തതിൽ ഭയപ്പെട്ടു. ഭർത്താവിനെ അന്വേഷിച്ചു പോയ അവൾ
തെങ്ങിൻ ചുവട്ടിൽ മനുഷ്യരൂപത്തിലുള്ള ഒരു ശിലയെയാണ് കണ്ടത്. തെങ്ങിൻ മുകളിലേക്ക് നോക്കിയ അവൾക്ക് വളരെ ദൈവികമായിട്ടുള്ള ദിവ്യ പ്രകാശം പരത്തുന്ന ഒരു മനുഷ്യരൂപത്തെയാണ് ദർശിക്കാനായത്. ഈ കാഴ്ച കണ്ട് ആശ്ചര്യപ്പെട്ട് അവൾ "ഓ എന്റെ മുത്തപ്പ" എന്ന് അലറിക്കരഞ്ഞു. അവളുടെ ഭർത്താവിനെ മനുഷ്യരൂപിയായി തിരിച്ചു കിട്ടാൻ അവൾ അഭ്യർത്ഥിച്ചു. അങ്ങനെ മുത്തപ്പൻ എന്ന സംബോധന ആദ്യമായി നടത്തിയത് താഴ്ന്ന കുലത്തിൽ പിറന്ന ഈ സ്ത്രീയാണ്. കുന്നത്തൂർ പാടിയിൽ നിന്ന് മുത്തപ്പൻ നേരെ പുറപ്പെട്ടത് പുരളിമലയിലേക്കാണ്. മുത്തപ്പൻ തന്റെ പ്രയാണം തുടരുന്നത് അശരണരെയും അടിച്ചമർത്തപ്പെട്ടവരെയും ചേർത്തു പിടിച്ചുകൊണ്ട് ബ്രാഹ്മണ മേധാവിത്വത്തിനെതിരെ പൊരുതാനാണ്. പിന്നീട് മുത്തപ്പൻ ഓട്ടവ രാജാവുമായി ഏറ്റുമുട്ടി രാജ്യം കീഴ്പ്പെടുത്തി അവിടെ 308 മടപ്പുരകൾ സ്ഥാപിച്ചു. തുടർന്ന് തന്റെ അനുചരന്മാരുടെ അംഗബലം കൂട്ടി രാജാവിനുമേൽ ആധിപത്യം ഉറപ്പാക്കി. തുടർന്ന് ധാന്യപ്പുരകൾ ആക്രമിച്ച് കൊള്ളയടിച്ച് പാവപ്പെട്ടവർക്ക് ധാന്യം വിതരണം ചെയ്തു. പിന്നീട് അദ്ദേഹം സമൂഹത്തിലെ അനീതികൾക്കും അനാചാരങ്ങൾക്കും എതിരെ പോരാടി താഴ്ന്ന സമുദായക്കാരെ ചേർത്തു പിടിച്ച് ആചാരകർമ്മങ്ങളിൽ ഭാഗമാക്കി. ഉന്നത ജാതിക്കാരെ വിളിച്ചു വരുത്തി മേൽക്കാര്യങ്ങൾ നേരിൽ കാണാനും അനുഗ്രഹം തേടാനും ഒരു സാമൂഹ്യ പരിവർത്തനത്തിന്റെ വിത്തുകൾ പാകാനും പരിശ്രമിച്ചു. മുത്തപ്പന്റെ ആരാധന കേന്ദ്രങ്ങളെ മടപ്പുര എന്നറിയപ്പെടുന്നു. പറശ്ശിനിക്കടവ് മടപ്പുരയാണ് മുത്തപ്പ ഭഗവാന്റെ പ്രധാന ആരാധന കേന്ദ്രം. ഭക്തർക്ക് ഇവിടെ ചായയും വേവിച്ച ധാന്യവും പ്രസാദമായി നൽകുന്നു. ആശ്വാസവും സാന്ത്വനവും ഇവിടെ വരുന്ന ഭക്തർക്ക് മുത്തപ്പൻ നൽകുന്നു. ദീപാരാധനയ്ക്ക് ശേഷം വലിയ മുത്തപ്പനും ചെറിയ മുത്തപ്പനും തിരുവപ്പനയ്ക്കും വെള്ളാട്ടത്തിനും ശേഷം പുലർച്ചെ ഭക്തർക്ക് അനുഗ്രഹം നൽകുന്നു. അവിടുത്തെ പൂജാകർമ്മങ്ങൾ ചെയ്യുന്ന പൂജാരിയെ മടയൻ എന്നാണ് അറിയപ്പെടുന്നത്. അവരുടെ തീയ കുടുംബത്തിലെ മുതിർന്ന അംഗമാണ് ഈ മടയൻ. വലിയ മുത്തപ്പനും ചെറിയ മുത്തപ്പനുമായി കെട്ടിയാടുന്നത് വണ്ണാൻ സമുദായക്കാരാണ്. അപ്പോൾ ഇതാണ് ശ്രീ പറശ്ശിനിക്കടവ് മുത്തപ്പന്റെ ചരിത്രം. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. അതുവരെ ദിസ് ഇസ് മേഘ സൈനിങ് ഓഫ്.